ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയൊരു ഈവന്റ് വന്നിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വിന്റർലാൻഡ് ഈവന്റിന്റെ ഇന്റർഫേസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സുകൾ ലഭിക്കാൻ പോകുന്ന ഒരു ഈവന്റ് ആണിത്. നമുക്കൊരു ബാനർ ലഭിക്കും. ഓക്കെ, ദെൻ ഗൈസ് നമുക്കൊരു തീം സോങ് കിട്ടുന്നുണ്ട്, ഒരു അവതാർ കിട്ടും. അത് മാത്രമല്ല നമുക്ക് വളരെ മാസമായിട്ടുള്ള ഒരു ബൈക്കിന്റെ സ്കിൻ ലഭിക്കുന്നുണ്ട്. വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ബൈക്കിന്റെ സ്കിന്നാണ് ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഇതിനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇതുപോലൊരു ലെജൻഡറി ബൈക്കിന്റെ സ്കിന്നൊക്കെ നമുക്ക് ഇന്റർ സർവറിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ആയിരുന്നു. ബട്ട് ഗൈസ് നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യം. മറ്റൊരു ഇമ്പോർട്ടന്റ് നമുക്ക് ഇത്തവണ ലഭിക്കുന്നത് നമുക്കൊരു മെയിൽ ബണ്ടിലാണ്. നമുക്ക് വിന്റർലാൻഡ് ഈവന്റിൽ നമ്മളെല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു മെയിൽ ബണ്ടിലാണ് ഇത് ഗൈസ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് നല്ല മാസമായിട്ടുള്ള ഒരു ബണ്ടിൽ ലഭിക്കുന്നുണ്ട് നമുക്ക് വിന്റർലാൻഡ് ഈവന്റിൽ. ഈ എല്ലാ ഫ്രീ റിവാർഡ്സുകളും ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു മിഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് റിവാർഡ്സ് എല്ലാം നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എങ്ങനെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാം, അത് മാത്രമല്ല റിവാർഡ്സുകളെല്ലാം നമുക്ക് എങ്ങനെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കും, ക്ലെയിം ചെയ്യാം, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ ബെല്ലൈക്കൺ മറക്കാതെ അമർത്തുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ബെല്ലൈക്കൺ മറക്കാതെ അമർത്തുക. നമുക്ക് ഈവന്റിന്റെ താഴെ നമുക്ക് ബിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്നും ബലൂൺ ടോക്കൺ ലഭിക്കുന്നുണ്ട്. ആ ബലൂൺ ടോക്കൺ ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ. നമുക്ക് ഇവിടെ കുറെ ലോക്കുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെ ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 10 ബലൂൺ ടോക്കൺ ആണ്. നമുക്ക് ആദ്യം 10 ബലൂൺ ടോക്കണിന്റെ ആവശ്യമുണ്ട്. നമുക്ക് 10 ബലൂൺസ് ടോക്കൺ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഡെയിലി ടാസ്കുകൾ തന്നിട്ടുണ്ട്. ഇത് ബേസിക് ടാസ്കുകളാണ്. നമ്മൾ ഒരു 3 മാച്ച് കളിക്കുക, 10 എനിമീസിനെ കില്ലടിക്കുക, 5000 ഡാമേജ് കൊടുക്കുക, പിന്നെ നമ്മൾ 60 മിനിറ്റ് ഗെയിം കളിക്കുക. അങ്ങനെ നമുക്ക് 4 മിഷനുകൾ കംപ്ലീറ്റ് ആകും. എന്നിട്ട് നാളെയും നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു മിഷനുകൾ വരുന്നുണ്ട് ഇവിടെ, അതും കംപ്ലീറ്റ് ആക്കുക. നമുക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ബോണസ് മിഷൻസ് കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ സ്നോമാൻ ആൻഡ് ഗിറ്റാർ ഓൺ ബെർമുഡ ടു ഒബ്റ്റെയിൻ ഐസി ബ്രെഡ്മാൻ ടോക്കൺസ്. നമ്മൾ ബെർമുഡ മാപ്പിൽ ഗെയിം കളിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഏരിയകളിൽ നമുക്ക് സ്നോമാൻ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന സ്നോമാൻ ഇല്ല, അത് നമുക്ക് ബെർമുഡ മാപ്പിൽ കാണാൻ സാധിക്കും. നമ്മൾ ബെർമുഡ മാപ്പിൽ സ്നോമാന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ടോക്കൺ ആയിരിക്കും. നമുക്കൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഗിറ്റാറും കാണാൻ സാധിക്കും ബെർമുഡ മാപ്പിൽ. അവിടെയും നമുക്ക് ലഭിക്കുന്നത് ടോക്കൺ ആണ്. നമുക്ക് ഡെയിലി ലിമിറ്റ് ഉണ്ട്, 20 ടോക്കൺസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഡെയിലി മാപ്പിൽ നിന്ന് ലഭിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഫ്രണ്ട്സ്. നമ്മൾ ഇങ്ങനെ എല്ലാവരും തന്നെ ടോക്കൺസ് ക്ലെയിം ചെയ്യുക. ടോക്കൺസ് ക്ലെയിം ചെയ്തതിനു ശേഷം ബിൽഡിന്റെ അകത്തേക്ക് വരിക. അപ്പോൾ ബിൽഡിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് ആയിരിക്കുന്നത്. നമുക്ക് ലഭിച്ച ടോക്കൺസ് ഇല്ല, അതിൽ നിന്ന് നമ്മളൊരു 10 ടോക്കൺസ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ലോക്ക് അൺലോക്ക് ആവുന്നതായിരിക്കും, ഓപ്പൺ ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലോക്ക് ഉണ്ട് ഇവിടെ. ആ ലോക്ക് നമ്മൾ അൺലോക്ക് ആക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും 20 ടോക്കൺ ആണ്. 20 ടോക്കൺസ് കൊടുത്താൽ ഇവിടെയും അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഈ ലോക്ക്. അതുപോലെ മൂന്നാമത്തെ ലോക്ക് ഉണ്ട് ഇവിടെ. നമുക്ക് മൂന്നാമത്തെ ലോക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 30 ടോക്കൺ ആണ്. അങ്ങനെ നമുക്ക് നാലാമത്തെ ലോക്ക് തുറക്കണം. ലോക്ക് തുറക്കാൻ വേണ്ടത് 60 ടോക്കൺ ആണ്. 60 ടോക്കൺസിലൂടെ നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഗൈസ് അവസാനത്തെ 5ാമത്തെ ലോക്ക് ഉണ്ട്. ഇതുപോലെ തന്നെ 5ാമത്തെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും തന്നെ 80 ടോക്കൺ ആണ്. 5 ലോക്കുകൾ നമ്മൾ എല്ലാവരും ഇതുപോലെ അൺലോക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഈ കാണുന്ന റിവാർഡ്സ് എല്ലാം ക്ലെയിം ചെയ്യാം. ഈ 5 റിവാർഡ് ക്ലെയിം ചെയ്യാം. നമുക്ക് ഇവിടെ കാണുന്ന ഈ മെയിൽ ബണ്ടിലില്ലേ, ഈ മെയിൽ ബണ്ടിൽ നമുക്ക് എടുക്കാൻ സാധിക്കും, ക്ലെയിം ചെയ്യാം. ഈ ബൈക്കിന്റെ സ്കിന്ന് ക്ലെയിം ചെയ്യാം, ബാനർ, അവതാർ, പിന്നെ നമുക്ക് ഒരു തീം മ്യൂസിക്, എല്ലാ റിവാർഡും നമുക്ക് ക്ലെയിം ചെയ്യാം. ഇങ്ങനെ വളരെ എളുപ്പമാണ് ഗൈസ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന മിഷനുകൾ കംപ്ലീറ്റ് ആക്കുക, ഡെയിലി ടാസ്കുകൾ വന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ടോക്കൺസ് ക്ലെയിം ചെയ്യുക. ബെർമുഡ മാപ്പിലൊക്കെ നമ്മൾ റാങ്ക് മാച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് സ്നോമാനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഗിറ്റാറും കാണാൻ സാധിക്കും. അവിടെ ചെന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ടോക്കൺസ് ആയിരിക്കും. ആ ടോക്കൺസ് എല്ലാം നമ്മൾ ക്ലെയിം ചെയ്യുക. ആ ലഭിച്ച ടോക്കൺസ് ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാവരും ബിൽഡിൽ വന്നിട്ട് ഈ കാണുന്ന ലോക്കുകളെല്ലാം നമ്മൾ അൺലോക്ക് ചെയ്യുക. 5 ലോക്കുകൾ കാണാൻ സാധിക്കും ഇവിടെ. ആ ലോക്കുകളൊക്കെ പൊട്ടിക്കാൻ നേരം നമുക്ക് ഇവിടെ കാണുന്ന റിവാർഡ്സ് എല്ലാം ഓപ്പൺ ആവുന്നതായിരിക്കും, ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഇവിടെ സൈൻ ഇൻ റിവാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഇൻക്യുബേറ്റർ വൗച്ചർ ആണ്. മറ്റൊരു സർവറിൽ ഇവിടെ ലഭിക്കുന്നത് എലൈറ്റ് പാസ് ആണ്. ബട്ട് ഗൈസ് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നെ നമുക്ക് എലൈറ്റ് പാസ് ലഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 24-ാം തീയതി നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ നേരം നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻക്യുബേറ്റർ വൗച്ചർ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിമിലേക്ക് വന്നിട്ടുള്ള പുതിയ വിന്റർലാൻഡ് ഈവന്റ് എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് നൽകുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ കൂടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.